ആദ്യ കേരളീയത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടാതെയാണ് സർക്കാർ അതിന്റെ രണ്ടാം എഡിഷൻ നടത്താനൊരുങ്ങുന്നത്. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണത്തിന്റെയും വ്യക്തമായ കണക്കില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടെ ക്ഷേമ പെൻഷനും നെല്ലിന്റെ സംഭരണ വിലയും കുടിശ്ശികയാക്കി കേരളീയം നടത്തണോ എന്നതാണ് ചോദ്യം. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന പ്രഖ്യാപനത്തോടെയാണ് സർക്കാർ കേരളീയം പരിപാടി സംഘടിപ്പിച്ചത്. 2023 നവംബറിലായിരുന്നു ആദ്യ കേരളീയം. പരിപാടി കഴിഞ്ഞ് 7 മാസമായി. ഇതുവരെ വരവ് ചെലവ് കണക്ക് കൃത്യമായി പുറത്തുവിടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 27 കോടി രൂപയാണ് കേരളീയത്തിനായി സർക്കാർ നീക്കിവെച്ചത്. സ്പോൺസർഷിപ്പിലൂടെയും പണം സമാഹരിച്ചു. പരിപാടി കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടും ഇതിലൊന്നും ഒരു വ്യക്തതയുമില്ല. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെ 11,47,12,000 രൂപ ലഭിച്ചതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. 2024 മെയ് മാസം വരെ പ്രത്യേക അക്കൗണ്ടിലേക്ക് വന്ന തുകയാണിത്. പൂർണ്ണമായ കണക്ക് ക്രോഡീകരിച്ചു വരുന്നേയുള്ളൂവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞിരുന്നു. പ്രധാന സ്റ്റേജായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ കലാപരിപാടികൾക്ക് മാത്രം 1.55 കോടി രൂപ ചിലവായെന്ന് സർക്കാർ വെളിപ്പെടുത്തിയിരുന്നു. തലസ്ഥാന നഗരത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും കലാപരിപാടികൾ അരങ്ങേറി. അതിൻ്റെയൊക്കെ ചെലവ് എത്രയെന്നത് ഇപ്പോഴും അജ്ഞാതമായി തന്നെ നിൽക്കുകയാണ്. കേരളീയത്തിന്റെ പരിപാടികൾക്കെത്തിയ അതിഥികൾക്ക് താമസത്തിന് 62 ലക്ഷം രൂപ ചെലവിട്ടുവെന്നൊരു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം കണക്ക് പരസ്യപ്പെടുത്തുമെന്നായിരുന്നു സംഘാടക സമിതിയെ നയിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. അതെല്ലാം പാഴ്വാക്കായി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ പോകുമ്പോൾ സ്പോൺസേഡ് പണം ചെലവിട്ടാണെങ്കിൽ പോലും കേരളീയം നടത്തണോ എന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയരുന്നത്. ക്ഷേമ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇതിന് മാത്രം 4,250 കോടി രൂപ വേണം. കാരുണ്യ പദ്ധതിയുടെ കുടിശ്ശികയും 1000 കോടിക്ക് മുകളിലാണ്. കൃഷിവകുപ്പിന് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക 584 കോടി രൂപയുണ്ട്. ഇങ്ങനെ നാനാതരം പ്രതിസന്ധിക്കിടയിലാണ് സർക്കാർ വീണ്ടും കേരളീയമായി മുന്നോട്ട് വരുന്നത്. സ്പോൺസർഷിപ്പ് വഴി പണം പിരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതാണ് അതിലേറെ പ്രശ്നം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ തവണ കേരളീയം 1ാം എഡിഷൻ ആഘോഷിക്കുമ്പോൾ പ്രതിപക്ഷമുയർത്തിയ വിമർശനം ഹൃദയശൂന്യമായി ചെലവഴിക്കുന്നു എന്നാണ്. ഇത്തവണ വലിയ ക്ഷാമത്തിലാണ്. നേരത്തെ ശ്രീജിത്ത് തന്നെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. നെൽകർഷകർക്ക് വലിയ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. ഒപ്പം തന്നെ കാരുണ്യ ബെനഫിലൻ്റ് പദ്ധതി അടക്കം താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. 13 മാസമായി നെയ്ത്തുതൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. 108ൻ്റെ കാര്യത്തിലും കുടിശ്ശിക കിടക്കുന്നു. അങ്ങനെ സകലമാന മേഖലകളിലും കുടിശ്ശിക കിടക്കുന്നൊരു സാഹചര്യത്തിൽ കേരളീയം പോലെയൊരു ആഘോഷം കേരളത്തെ ഷോക്കേസ് ചെയ്യാനാണെങ്കിലും ഒരു സാംസ്കാരിക കൂട്ടായ്മ ഈ ഘട്ടത്തിൽ അനിവാര്യമാണോ എന്ന ചോദ്യം പ്രസക്തമല്ലേ ശ്രീജിത്ത്? അരുൺ, കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനാണെങ്കിൽ പോലും അത്തരം ഒരു പരിപാടി വേണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ള ഘട്ടമാണ് ഇത്. കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പണം കണ്ടെത്താൻ നന്നേ വിഷമിക്കുന്ന ഘട്ടത്തിൽ ഈ തരത്തിൽ കലാപരിപാടികളും ഭക്ഷ്യമേളയും മറ്റും സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി അതൊരു ധൂർത്താണ്, ആർഭാടമാണ് എന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. 1ാം കേരളീയത്തിൻ്റെ സമയത്തും സമാനമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ 1ാം കേരളീയത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം കേരളീയവും നവകേരള സദസ്സും നടത്തിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനം അംഗീകരിച്ചില്ല എന്ന കാര്യമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഫലം നൽകുന്ന സൂചന. ആ ഫലസൂചനയിൽ നിന്ന് പാഠം പഠിച്ചെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു തിരുത്തലുണ്ടാകുമെന്ന ഉണ്ടാകണമെന്ന വികാരം വിവിധ പാർട്ടികൾക്ക് അകത്ത് ശക്തമായി വരികയും ചെയ്യുന്നു. അപ്പോൾ കാലത്തിന് ചുവരെടുത്ത് വായിക്കാതെ, ജനങ്ങളുടെ വിധിയെടുത്ത് വായിക്കാതെ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന വിമർശനം ഇടതുപക്ഷത്ത് തന്നെയുണ്ട്. എന്നാൽ സ്പോൺസർഷിപ്പിലൂടെ പൂർണ്ണമായും പണം കണ്ടെത്തി ഇത്തരം ആക്ഷേപങ്ങളെ തടയിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക്. അതുകൊണ്ടാണ് ഇത്തവണ പൂർണ്ണമായിട്ടുള്ള തുകയും സ്പോൺസർഷിപ്പിലൂടെ പണം പിരിച്ചെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ചെലവുകൾ പരമാവധി കുറയ്ക്കണം. കഴിഞ്ഞ തവണത്തെ കൂടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡിൻ്റെ മ്യൂസിക്കോ അല്ലെങ്കിൽ ശോഭനയുടെ ഡാൻസോ തുടങ്ങിയ മെഗാ പരിപാടികൾ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ തന്നെ ചെറിയ പരിപാടികൾ അരങ്ങേറിയിരുന്നു. ഇതിനെല്ലാം ലക്ഷക്കണക്കിന് രൂപ ചെലവിടുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു ആർഭാടം ഇത്തവണ ഉണ്ടാകില്ല എന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ തവണ സ്പോൺസർഷിപ്പിലൂടെ എത്ര പണം സമാഹരിച്ചു, എത്ര തുക 27 കോടി അനുവദിച്ച തുകയിൽ നിന്ന് ചെലവഴിച്ചു, ഇങ്ങനെ പല വിവരാവകാശ രേഖകൾ നമ്മൾ നൽകിയിട്ടും അതിന് കൃത്യമായ ഉത്തരം ഇതുവരെയും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം എത്ര തുക ചെലവായി എന്ന കണക്ക് പോലും ലഭ്യമല്ലാതെയാണ് പുതിയ സ്പോൺസർഷിപ്പിന് സർക്കാർ ഇറങ്ങുന്നത് എന്നതും വിചിത്രമല്ലേ?
അരുൺ, തീർച്ചയായും കഴിഞ്ഞ വർഷം ഈ കേരളീയം പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ പരിപാടികൾക്കിടയിൽ എല്ലാ ദിവസവും മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നത് ഈ സംഘാടക സമിതിയുടെ നായകത്വം വഹിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. അത്തരമൊരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ തന്നെ ഈ കാര്യം അദ്ദേഹത്തോട് അന്ന് തന്നെ ചോദിച്ചിരുന്നു, എന്നാണ് ഈ കേരളീയത്തിൻ്റെ കണക്ക് നിങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്, വരവ് ചെലവ് കണക്കുകൾ? ഈ പരിപാടികൾ പൂർത്തിയായി ഒരാഴ്ചയ്ക്കകം കണക്കുകൾ പൊതുമണ്ഡലത്തിൽ വെക്കുമെന്നായിരുന്നു അന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഇപ്പോഴും ഒരു നടപ്പിലാവാത്ത ഒരു പാഴ്വാക്കായി നിൽക്കുകയാണ്. എന്നാൽ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ ഒരു കണക്ക് മാത്രമാണ് നമുക്ക് ആകെ ആധികാരികമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം. 11,47,12,000 രൂപ വിവിധ സ്പോൺസർഷിപ്പിലൂടെ പ്രത്യേക അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. അതുപോലും 2024 മെയ് മാസം വരെയുള്ള കണക്കാണ്. ബാക്കി കണക്കുകൾ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അന്തിമ കണക്ക് ഇനിയും ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കണക്കുകൾ പോലും വ്യക്തമാക്കാതെ, കണക്കുകൾ പൊതുമണ്ഡലത്തിൽ പരസ്യപ്പെടുത്താതെ വീണ്ടും ഒരു കേരളത്തിലേക്ക് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താൻ പോകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇറക്കി പണം പിരിപ്പിക്കുന്ന ഒരു ഏർപ്പാടിനപ്പുറത്തേക്ക് എന്ത് സുതാര്യതയാണ് ഈ പരിപാടിക്കുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രീജിത്ത്. താങ്ക് യു ശ്രീജിത്ത്.